നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ സാഖ്യയോഗമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലിനി 43-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ആദ്യം നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. 43-ാമത്തെ ശ്ലോകം. കാമാത്മാനസ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. കാമാത്മാന സ്വർഗപരാം ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. കാമാത്മാന സ്വർഗപരാം ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. കർമ്മകാണ്ഡത്തെ പറ്റിയാണ് ഭഗവാൻ ഇവിടെയും പറയണത്. അപ്പോൾ വേദങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർമ്മകാണ്ഡം. അപ്പോൾ ഈ 42, 43, 44 ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ കർമ്മകാണ്ഡങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നമുക്കതിന് ആദ്യം തന്നെ പദങ്ങൾ എന്താണെന്ന് നോക്കാം. കാമാത്മാനഹ, അത് ഒരു പദമാണ്. സ്വർഗപരാഹ, സ്വർഗപര എന്ന് എഴുതിയിട്ട് 2 കുത്തിടണം, അപ്പോൾ വിസർഗടണം. അപ്പോൾ സ്വർഗപരാഹ. ജന്മകർമ്മഫലപ്രദ, അതും ഒരു പദമാണ്. ജന്മകർമ്മഫലപ്രദ, പദച്ഛേദം ചെയ്യാനില്ല. ക്രിയാവിശേഷ ബഹുലാം, അവിടെയും പദം മുറിക്കാനില്ല. ഭോഗൈശ്വര്യഗതിം, അവിടെയും എന്തില്ല, പദം മുറിക്കാനില്ല, ഒരു പദമാണ്. ഇനി പ്രതി, അതും ഒരു പദമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് പദം മുറിക്കാൻ ഇല്ല. കാമാത്മാനഃ സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി. ഇവിടെ പദച്ഛേദം ഇല്ല, ഇവിടെയും നമുക്ക് പദങ്ങൾ മുറിക്കാനില്ല. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന പദങ്ങളാണ്. ആകെ എത്ര പദങ്ങളുണ്ടെന്ന് എണ്ണി നോക്കൂ. കാമാത്മാനഃ സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. ഇങ്ങനെ കൃത്യം 6 പദങ്ങൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന 6 പദങ്ങൾ ചേർത്തിട്ടാണ് വേദവ്യാസ മഹർഷി കർമ്മകാണ്ഡങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരാശയത്തെ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നോക്കാം. കഴിഞ്ഞ ദിവസം പറയേണ്ടായി, വേദങ്ങളിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. അതായത് ഉപാസനാകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്, കർമ്മകാണ്ഡമുണ്ട്. അപ്പോൾ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ, പലതരത്തിലുള്ള യാഗാദികളെ പറ്റി വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾക്കാണ് പൊതുവെ എന്ത് പറയുക, കർമ്മകാണ്ഡം എന്ന് പറയും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം എന്താണ് ചിന്തിക്കാൻ. അപ്പോൾ അവർ ഈ പലതരത്തിലുള്ള യാഗാദികൾ, ആ യാഗാദികൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിചാരം എന്തായിരിക്കും? കാമാത്മാനഃ. കാമാത്മാനഃ എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള കാമങ്ങൾ, പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ യാഗാദികളൊക്കെ ചെയ്യുന്നത്. മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, അതിനാണ് ഇവിടെ കാമശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. സ്വർഗപരാഹ, സ്വർഗപരാഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർഗപരാഹ പറഞ്ഞാൽ സ്വർഗപ്രധാനഃ, സ്വർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വർഗം നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. സ്വർഗഃ പരഃ പുരുഷാർത്ഥഃ യേഷാം തേ സ്വർഗപരാഹ. അപ്പോൾ സ്വർഗപരാഹ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. സ്വർഗഃ പരഃ പുരുഷാർത്ഥഃ, ഏറ്റവും പരമമായിരിക്കുന്ന പുരുഷാർത്ഥം സ്വർഗമാണ്. യേഷാന്തേ, യാതൊരുവർക്ക്, അവരെയാണ് നമ്മൾ എന്ത് പറയുക? സ്വർഗപരാഹ എന്ന് പറയാം. അപ്പോൾ അവരുടെ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വതവേ നമ്മുടെ പുരുഷാർത്ഥങ്ങൾ 4ആണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പക്ഷേ ഈ യാഗാദികൾ ചെയ്യുന്ന ഇവരുടെ വിചാരം അതല്ല. എനിക്ക് ഈ യാഗാദികളൊക്കെ ചെയ്തിട്ട് എന്ത് വേണം? സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോയാൽ അമൃത് കഴിക്കാം. അപ്പോൾ അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും അനുഭവിക്കാം.
ഇങ്ങനെ മാത്രം ഇതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് യാഗാദികൾ ചെയ്യുന്നവരെയാണ് ഇവിടെ എന്ത് പറയുന്നത്, സ്വർഗപരാഹ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം കാമാത്മാനഃ സ്വർഗപരാഹ. പിന്നെ ജന്മകർമ്മ ഫലപ്രദ, ജന്മ കർമ്മ ഫലപ്രദ. അപ്പം ഇവർ പറയുന്ന വാക്കുകളൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ കർമ്മഠന്മാർ എന്നാണല്ലോ അവരെ പൊതുവെ വിശേഷിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള കർമ്മഠന്മാർ പറയുന്ന വാക്കുകളൊക്കെ തന്നെ എന്തായിരിക്കും, സ്വർഗത്തെ പറ്റിയുള്ള വാക്കുകൾ പറയുക, കാമത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുക, ജന്മകർമ്മ ഫലപ്രദ. ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ജന്മങ്ങൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. സംസാരത്തിൽ നിന്ന് ഇവരൊരിക്കലും കരകയറുന്നില്ല എന്നർത്ഥം. കാരണം ഇവരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നു, കർമ്മഫലമായിട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ കിട്ടും. വീണ്ടും വീണ്ടും ജന്മങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഈ കർമ്മവാസനകളൊന്നും അടങ്ങില്ല. വീണ്ടും അവർക്ക് ഇങ്ങനെ സ്വർഗത്തിൽ പോകണം, പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള വിചാരം മാത്രം ഉണ്ടാവും. അപ്പോൾ വീണ്ടും അവർക്ക് എന്തുണ്ടാവും, ജന്മം ഉണ്ടാവും. ജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, വീണ്ടും യാഗാദികൾ ചെയ്യും. അപ്പോൾ അങ്ങനെ വീണ്ടും പോയി പലതരത്തിലുള്ള കർമ്മത്തിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ ജന്മം കർമ്മം ജന്മം കർമ്മം ജന്മം കർമ്മം ഒരിക്കലും ഒടുങ്ങാത്ത സംസാര ചക്രത്തിൽപ്പെട്ട് അവരിങ്ങനെ തിരിയും എന്നല്ലാതെ അവർക്കൊരു കാലത്തും എന്ത് കിട്ടുന്നില്ല, ആത്മസാക്ഷാത്കാരം കിട്ടുന്നില്ല, മോക്ഷത്തെ പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം, ജന്മകർമ്മ ഫലപ്രദ, ജന്മകർമ്മങ്ങളാകുന്ന ഫലങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നത്. ക്രിയാവിശേഷ ബഹുലാം, ക്രിയാവിശേഷ ബഹുലാം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ യാഗാദികളൊന്നും നമ്മളൊന്നും പലരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ 2021 ജീവിക്കുന്നവരാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ യാഗങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ തീരെ നടന്നിട്ടില്ല എന്ന് പറയാൻ വയ്യ. കേരളത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ചില ചില ഭാഗങ്ങളിൽ യാഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അതാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. അപ്പോൾ ഏതായാലും അന്ന്, അതായത് ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലത്തൊക്കെ, അതായത് 10,000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ധാരാളം യാഗാദികൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. അപ്പോൾ ക്രിയാവിശേഷ ബഹുലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം ക്രിയകൾ വരും. ഇപ്പോൾ യാഗശാല കെട്ടിയുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള യാഗം നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പലതരത്തിലുള്ള കർമ്മങ്ങളാണ്, ക്രിയകളാണ് അവിടെ വെച്ചിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ക്രിയാവിശേഷ ബഹുലം എന്ന് പറഞ്ഞത്. ക്രിയാവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയാണാം വിശേഷാഹ ക്രിയാവിശേഷാഹ. ക്രിയകളുടെ വിശേഷങ്ങൾക്ക്, വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകം 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 ഓരോന്നിനും എന്തുണ്ടാവും, ക്രിയകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ക്രിയാണാം വിശേഷാഹ എന്ന് പറഞ്ഞത്. ക്രിയാണാം വിശേഷാഹ ക്രിയാവിശേഷാഹ തേ ബഹുലാഹ യസ്യാം വാചി താം ക്രിയാവിശേഷ ബഹുലാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, ക്രിയാണാം വിശേഷാഹ ക്രിയാവിശേഷാഹ തേ ബഹുലാഹ യസ്യാം വാചി താം ക്രിയാവിശേഷ ബഹുലാം. ഇപ്പം ഇവർ പറയുന്ന വാക്കുകളൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ചായിരിക്കും. ഈ യാഗവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ക്രിയാവിശേഷങ്ങളെ പറ്റി മാത്രമായിരിക്കും ഇവരെന്താണ് യസ്യാം വാചി എന്ന് പറഞ്ഞു. ഇവരുടെ വാക്കുകളിൽ വേറൊരു ചിന്തയുണ്ടാവില്ല, മോക്ഷത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല, മറ്റൊരു ചിന്തയുമില്ലാതെ എപ്പോഴും അവർ ഈ ക്രിയകളെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ കാമാത്മാനഃ സ്വർഗപരാഹ ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം. പിന്നെ ഭോഗൈശ്വര്യഗതിം പ്രതി, ഇനി ഇവരുടെ വാക്കുകളൊക്കെ എങ്ങോട്ടായിരിക്കും, ഭോഗൈശ്വര്യഗതിം പ്രതി. ഭോഗൈശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭോഗങ്ങളും ഐശ്വര്യങ്ങളും. ഭോഗം എന്ന് പറഞ്ഞാൽ എന്താ, പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾക്കാണ് സംസ്കൃതത്തിൽ ഭോഗം എന്ന് പറയും. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ പലതരത്തിലും അനുഭവിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്, സ്വർഗത്തിൽ പോയാൽ നല്ല അമൃത് പോലെയുള്ള ആഹാരമൊക്കെ കഴിക്കാം, അമൃത് തന്നെ കഴിക്കാം. അതൊക്കെ ഒരു തരത്തിലുള്ള നാവിനെ പ്രീതിപ്പെടുത്താനുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പലതരത്തിലുള്ള ഭോഗങ്ങളെ പറ്റിയായിരിക്കും അവരുടെ വാക്കുകൾ. പ്രതി എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകളൊക്കെ എന്നർത്ഥം. ഇവർ പറയുന്ന വാക്കുകളൊക്കെ, അതാണ് പ്രതി എന്ന് പറയുന്ന ശബ്ദം കാണിക്കുന്നത്. ഭോഗൈശ്വര്യഗതിം പ്രതി, പലതരത്തിലുള്ള ജീവിത സുഖങ്ങളെപ്പറ്റി, അനുഭവിക്കാവുന്ന പലതരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി മാത്രമാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഭാവത്തെയാണ് ഐശ്വര്യം എന്ന് പറയാം. ഈശ്വരനായി തീരുക, ഈശ്വരനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ, അവനവൻ കേമനായി തീരുക. അപ്പോൾ അവനവൻ്റെ കേമത്ത് അങ്ങനെ പറയുക, ഞാൻ ഈശ്വരനാണ് എന്ന് വിചാരിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറയുന്നവർക്ക് അനുസരിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ പലതരത്തിലുള്ള
സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുക. യാഗാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുക, അതിൽ അഭിമാനിക്കുക. ഇനി പരലോകത്തിൽ പോയാലും അതെ, സ്വർഗത്തിൽ പോയാൽ അവിടെ ഇതേപോലെ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കും, തമ്മിൽ തമ്മിൽ അസൂയ ഉണ്ടായിരിക്കും, തമ്മിൽ തമ്മിൽ അവർ തമ്മിൽ സ്പർദ്ധ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അവിടെ ഇതൊക്കെ ഉണ്ട്. ഈ സ്വർഗത്തിലും എന്തുണ്ട്? അസൂയയുണ്ട്, മത്സരങ്ങളുണ്ട്, മാനങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ അവിടെ കുറേ ജീവിത സുഖങ്ങൾ കൂടുതൽ അനുഭവിക്കാതെ മാത്രം. അല്ലാതെ അപ്പോൾ ഭൂമിയേക്കാൾ അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. ഭൂമിയേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണെങ്കിലും കുറേ ജീവിത സുഖങ്ങൾ അനുഭവിക്കാം എന്നല്ലാതെ സ്വർഗത്തിന് വേറെ വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അറിവുള്ളവരാരും തന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുക പതിവില്ല. ഇവരെങ്ങനെയുള്ളവരാണ്? ഇവർ അറിവില്ലാത്തവരാണ്. ഇവരൊക്കെ ഈ പറയുന്നത് 42, 43, 44 ഈ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നവർ അറിവില്ലാത്ത ആൾക്കാരാണ്. എന്താണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് ഇവർക്ക് തീരെ അറിയുകയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വിചാരിക്കുന്നത് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുകയാണ്. അത് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം അനുഭവിക്കുക. അപ്പം ഇതാണ് അന്ന്, അതായത് ഗീത എഴുതുന്ന കാലത്ത് വേദവ്യാസ മഹർഷി സങ്കല്പിച്ചിരുന്നത് ഈ ഒരു കാര്യമാണ്. ഇനി ഇന്നത്തെ കാലത്ത് തന്നെ എന്താ പ്രസക്തി നോക്കാം. ഇന്നത്തെ കാലത്ത് ഇതേ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ധാരാളം കാണാം. അവർക്ക് കാമാത്മാനഃ, ഒരു വൈശുക ശ്ലോകം, കാമാത്മാന സ്വർഗപരാം ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. അവർ കാമാത്മാനഃ, അവർ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരായിരിക്കും. ഈ ശരീരമാണ് പ്രധാനം എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ആത്മാവിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അതാണ് കാമാത്മാനഃ എന്ന് പറയാനുള്ള കാരണം. അവർ ആത്മാവിന് എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ആത്മാവിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ അവർ ഈ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നത് പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം ജീവിത സുഖങ്ങൾ എൻ്റെ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം ഏറ്റവും നന്നായി എനിക്ക് അനുഭവിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ കാണാം. സ്വർഗപരാഹ, സ്വർഗപരാഹ എന്നുള്ളതിന് എന്തർത്ഥം പറയണം? ഈ ലോകത്തിൽ സ്വർഗം പോലെ ജീവിക്കാൻ കിട്ടാവുന്ന ഏറ്റവും വിലപിടിച്ച വാഹനം, കിട്ടാവുന്ന ഏറ്റവും വിലപിടിച്ച സാധന സാമഗ്രികൾ, കിട്ടാവുന്ന ഏറ്റവും നല്ല, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ആഹാരങ്ങൾ എവിടെ കിട്ടുമോ അവിടെ പോയിട്ട് ആഹാരം കഴിക്കുക. ആഹാരം മാത്രമല്ല, ഇങ്ങനെ കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ അങ്ങേയറ്റം പ്രീതിപ്പെടുത്താൻ എന്തെല്ലാം ഈ ലോകത്തിൽ കിട്ടുമോ അതെല്ലാം എനിക്ക് സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഇന്നും നമുക്ക് ലോകത്തിൽ ധാരാളമായിട്ട് കാണാം. അവരോട് നിങ്ങൾ ഈ ആത്മാവിനെ പറ്റി പറഞ്ഞു നോക്കൂ, ആത്മതത്വത്തെ പറ്റി പറഞ്ഞു നോക്കൂ. എനിക്കിതിൻ്റെ ആത്മതത്വമൊന്നും കേൾക്കണ്ടെന്ന് അവർ പറയാം. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് എന്തുമാത്രം കേട്ടാൽ മതി, എനിക്ക് ജീവിത സുഖങ്ങളെ പറ്റിയാണ് കേൾക്കേണ്ടത്. അപ്പോൾ അവർ ധാരാളം ധനം സമ്പാദിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ധനം സമ്പാദിക്കൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. അങ്ങനെ ധനം സമ്പാദിച്ച് അവരെന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മകർമ്മ ഫലപ്രദം, ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നു? ഒരിക്കലും തീരാത്ത ജന്മങ്ങൾ കിട്ടുന്നു. അപ്പോൾ അവർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ആ ജന്മങ്ങളിലൊക്കെ അവർ ഇതേപോലെ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവരൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടുന്നില്ല. ഈ സംസാരത്തിൻ്റെ ചക്രത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാതെ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാണ്. ക്രിയാവിശേഷ ബഹുല, ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്രിയകളായിരിക്കും. അവരവിടെ ഒന്നിച്ചു കൂടും, സംഘമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പലതരത്തിലുള്ള എന്താ പറയുക, കർമ്മങ്ങളാണ്, ക്രിയകളാണ് അവർക്ക് ചെയ്യാനുണ്ടാവുക. അത് സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊന്നും ആയിരിക്കില്ല. അവർ എന്തെല്ലാം എന്താ പറയുക സുഖങ്ങൾ അനുഭവിക്കണമോ ആ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി അവർ കർമ്മങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? വിശേഷങ്ങൾ കണ്ടെത്തുന്നു. അങ്ങനെ അവർ ഇപ്പോൾ സാധാരണക്കാർ ചെയ്യുന്ന കർമ്മം തന്നെയാണ് അവർ ചെയ്യുക, പക്ഷെ അതിലൊക്കെ എന്തുണ്ടാവും? വിശേഷം ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ വിശേഷമായിട്ടാണ്, വളരെ ആർഭാടമായിട്ടായിരിക്കും അവർ പല പല തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ക്രിയാവിശേഷ ബഹുല.
എന്നിട്ടോ ഭോഗൈശ്വര്യ ഗതിം പ്രതി. അപ്പം എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും അനുഭവിക്കാൻ വേണ്ടി, ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരഭാവം. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കേവൻ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനവാൻ, ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി ജീവിക്കുന്ന ആൾ, എന്നെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തമ്മിൽ എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയായിരിക്കും, സ്പർദ്ധ, മത്സരമായിരിക്കും. പിന്നെ അവർ കൊല്ലാനൊന്നും പഠിക്കില്ല, എന്തും ചെയ്യാൻ അവർ മടിയില്ലാത്തവരായിരിക്കും. അങ്ങനെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുക. ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. യാഗാദികളൊക്കെ ചെയ്തിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചിന്തകളെ പറ്റിയും പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റിയും പറഞ്ഞു. അപ്പം ഇവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കില്ല, സമൂഹത്തിൽ വിഷമിക്കുന്നവരെ പറ്റി അവർ ചിന്തിക്കുന്നില്ല, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല, വളരെ സമൂഹത്തിൽ താഴെ കടയിലുള്ള ആൾക്കാരുടെ ദുരിതങ്ങളെ പറ്റിയോ കഷ്ടപ്പാടുകളെ പറ്റിയോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അതൊന്നും കേൾക്കുന്നില്ല. അവരൊരിക്കലും അത് കേൾക്കാനോ അതിൽ മനസ്സ് വയ്ക്കാനോ അവരൊരിക്കലും ശ്രദ്ധിക്കില്ല. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ സ്വാർത്ഥത എന്ന് പറയാറില്ലേ, ഏറ്റവും കൂടുതൽ സ്വാർത്ഥമോഹികളായി എനിക്ക് ഈ ജീവിതത്തിൽ എന്തല്ല, ഒരു ജീവിതമല്ലേ എനിക്കുള്ളൂ, ഇനി ജീവിതം ഉണ്ടോ എന്നറിയില്ല, ഈ ജീവിതം എനിക്ക് ഏറ്റവും നന്നായി അർഭാടമായി ജീവിക്കണം എന്ന് കരുതുന്ന ആൾക്കാരെ പറ്റിയാണ് ഈ ശ്ലോകത്തിലൊക്കെ പറയുന്നത്. അതായത് 42, 43, 44 ഈ ശ്ലോകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് എന്തുണ്ടാവില്ല? അവർക്ക് നേരത്തെ പറഞ്ഞില്ലേ, വ്യവസായാത്മിക ബുദ്ധി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലേ. വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി, ഏകാഗ്രതയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഒന്നിലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ജീവിതരസം അനുഭവിക്കുമ്പോൾ അവർക്ക് അതിനേക്കാൾ നല്ലത് വേറൊന്ന് അനുഭവിക്കാൻ തോന്നും. ഒന്ന് വിട്ടിട്ട് അവർ വേറൊന്നിലേക്ക് പായും, അവിടുന്ന് പോയി മറ്റൊന്നിലേക്ക് പായും. ഇങ്ങനെ എവിടെയും സ്ഥിരമായി നിൽക്കാതെ, ഏകാഗ്രത തൊട്ടു തെറിപ്പിക്കാൻ പോലും ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അപ്പം അവരുടെ ബുദ്ധികൾ എങ്ങനെയാ ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിയായിരിക്കും. അവർക്ക് പലതും വേണം എന്ന് വിചാരിച്ച് അവരിങ്ങനെ പരക്കം പായുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഓരോരോ നിമിഷവും അവർ കൂടുതൽ ധനമുണ്ടാക്കാനും കൂടുതൽ ജീവിത സുഖങ്ങളും അനുഭവിക്കാൻ എന്താണ് മാർഗമെന്ന് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് ഈ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ കർമ്മം ചെയ്യേണ്ടതല്ലേ. ഇതൊന്നും ശരിയായ കർമ്മയോഗമല്ല എന്നാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ഒന്നുകൂടി വായിച്ചു നോക്കുക ശ്ലോകം. കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുല ഭോഗൈശ്വര്യഗതിം പ്രതി. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ ഇത് മനസ്സിലായിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്? ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പറയുന്ന രീതിയിൽ, അതായത് 42, 43, 44 ശ്ലോകങ്ങളിൽ പറയുന്നത് പോലെയല്ല ഒരു ശരിയായ മനുഷ്യൻ, ഒരു ഉത്തമനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പം ഇവരുടെ വഴിക്ക് പോകരുത്, ഈ വഴിക്ക് പോകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം അവർക്കൊരിക്കലും എന്തുണ്ടാവുന്നില്ല? ഏകാഗ്രമായിരിക്കുന്ന ബുദ്ധി ഉണ്ടാവില്ല, ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിരിക്കുന്ന സത്യവസ്തുവിനെ കണ്ടെത്താമെന്ന് വിചാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഭഗവാൻ പറയുന്നു, അവർ സംസാരത്തിൽ തന്നെ കടന്നിങ്ങനെ വട്ടം തിരിയണം. ഏതുപോലെ ചോദിച്ചാൽ ഈ അഴുക്കുചാലിൽ പുഴുക്കളെ കാണാറുണ്ടല്ലേ. അഴുക്കുചാല് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വരും? അങ്ങനെ കറുത്ത നിറത്തിൽ നിറയെ അങ്ങനെ ചളി കെട്ടിക്കിടക്കുന്ന ഒരു അഴുക്കുചാല് സങ്കല്പിക്കാമല്ലോ അല്ലേ? സങ്കല്പിക്കാം. അത് ധാരാളം പ്രാണികളുണ്ടാവും, ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ അവിടെ കിടന്നങ്ങനെ കുത്തി മറയുന്നു, ആഹാരം കഴിക്കുന്നു, അവർക്കും കൊണ്ട് അവിടെ കുടുംബജീവിതമൊക്കെ ഉണ്ടാവും. അതിലൊരു പുഴുവിനോട് പണ്ട് നാരദ മഹർഷി പറഞ്ഞു അത്രേ, നീ എന്തിനാ അവിടെ അങ്ങനെ ഇരിക്കേണ്ടത്? നീ സ്വർഗത്തിലെ ദേവേന്ദ്രനാണ്, ഒരു ശാപം കാരണം നീ ഒരു പുഴുവായിട്ട് ജനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോര്, നിന്നെ ഞാൻ ശരിക്കുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ആ പുഴു പറഞ്ഞു, മിണ്ടാതെ പോയിക്കൊള്ളാൻ പറഞ്ഞു നാരദനോട്. എനിക്കിവിടെ എന്തൊരു പരമാനന്ദാന്ന് പറഞ്ഞു. ഞാൻ ഈ അഴുക്കുചാലിരുതാ, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ അമ്മാവനാണ്, ഇതെൻ്റെ അമ്മായിയാണ്, ഇതെൻ്റെ മക്കളാണ്, ഇതെൻ്റെ മരുമക്കളാണ്, ഇവിടെ ഏറ്റവും നല്ല ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിതാ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ്, ഈ ലോകം വിട്ട് ഒരു ലോകത്തേക്കും ഞാനില്ല എന്ന് ഈ പുഴു ആരോട് പറഞ്ഞു? നാരദ മഹർഷിയോട് പറഞ്ഞു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അഴുക്കുചാലിൽ ജീവിക്കുന്ന ആ കട്ടയായിട്ട് ഇങ്ങനെ മൂക്ക് പൊത്തണം അതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ. അത്രയും വൃത്തികെട്ട ഈ അഴുക്കുചാലുകളിൽ ജീവിക്കുന്ന ഈ പുഴുക്കളുടെ ജീവിതവും ഈ നേരത്തെ പറഞ്ഞ മനുഷ്യരുടെ ജീവിതവും തമ്മിൽ അണുവിന് പോലും വ്യത്യാസമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ത്?
ഞങ്ങൾ എങ്ങനെ ഒരഴുക്കുചാലിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നേയില്ല. അതുകൊണ്ടാണല്ലോ ആ പുഴു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക്, ശരിയായ സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നില്ല നാരദ മഹർഷേ, എനിക്ക് ഇവിടെ തന്നെ പരമാനന്ദമാണ്. അപ്പൊ ജീവിതത്തിന്റെ കട്ട പിടിച്ച കൊഴുകൊഴുത്ത് കട്ട പിടിച്ച അഴുക്കുചാല് കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആ കൊഴുകൊഴുത്ത് കറുത്ത നിറത്തിൽ മുഖബുദ്ധി മാത്രം നമുക്ക് നിൽക്കാൻ പറ്റുന്ന വൃത്തികെട്ട ഒരഴുക്കുചാലിൽ ജീവിക്കുന്ന പുഴുക്കളുടെ ജീവിതമാണ് ആർക്ക്? ഈ വളരെയധികം ജീവിത സുഖങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഒരുപാട് ധനം സമ്പാദിച്ച് ജീവിതത്തിൽ ഏറ്റവും നല്ല നല്ല സാധനങ്ങളൊക്കെ സ്വന്തമാക്കി ജീവിക്കുന്നവരുടെ ജീവിതവും തമ്മിൽ അണുവിന് പോലും വ്യത്യാസമില്ല എന്നാണ് ഈ ഗീതയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്ത്, അവരുടെ ജീവിതം ഇത്രയും മോശമാണ് എന്നവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഏതായാലും ഈ രണ്ട് ജീവിതവും തമ്മിൽ ഒരിത്തിരി പോലും വ്യത്യാസമില്ല എന്ന് ഇവിടെ ഗീത നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകണ്ട, അതല്ല ജീവിതത്തിൻ്റെ ശരിയായ വഴി. ജീവിതത്തിൻ്റെ ശരിയായ വഴി ആ ഉള്ളിലുള്ള സൂര്യനേക്കാളിലും ചന്ദ്രനേക്കാളിലും ഒക്കെ പ്രകാശമുള്ള നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയായ ജീവിതമാകുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിയായ ജീവിതം രണ്ടും കാണിച്ചു തരാണ് ഗീത. വളരെ മോശമായ ഒരു ജീവിതത്തെയും കാണിച്ചു തരുന്നു, അതേസമയം ഏറ്റവും നല്ല ഒരു ജീവിതത്തെയും കാണിച്ചു തരും. അപ്പം ഇവിടെ ഈ ശ്ലോകങ്ങളൊക്കെ ഈ വഴിക്കൊന്നും പോകരുത് എന്നാണ് കേട്ടോ പറയണത്. ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, 42, 43, 44 പറയുന്ന ഈ വഴിയിൽ കൂടെയൊന്നും നമ്മൾ പോകേണ്ട, അതും കൂടി കാണിച്ചു തരാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ വഴിയിൽ സഞ്ചരിക്കുന്നവരെയും നമുക്ക് കാണിച്ചു തന്നിട്ട് പറയുന്നു, ആ വഴിയിൽ കൂടെ അല്ല അർജുന പോവേണ്ടത്, ശരിയായ ആത്മബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ഏതായാലും നമുക്ക് അത്രയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു. നമ്മളിത് വളരെ വളരെ ശ്രദ്ധിക്കുക. നമ്മളെ പറ്റിക്കുന്നവരാണ്, നമ്മളെ വഞ്ചിക്കുന്നവരാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഇന്ദ്രിയങ്ങളെല്ലാം എന്ന് ഓർമ്മിക്കുക. അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. ആ ഇന്ദ്രിയങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ കൊണ്ടുപോവാ എത്ര അനുഭവിച്ചാലും അവർക്ക് മതി വരില്ല. അതുകൊണ്ടാണ് ആ വഴിക്ക് പോകേണ്ട എന്ന് ഭഗവാൻ ഗീതയിൽ കൂടെ നമ്മെ ഉപദേശിക്കുന്നത്. അത് നമ്മൾ ഭഗവാനോട് തന്നെ പറയാം, എന്ത്, നമ്മളെ ആ വഴിക്കൊന്നും കൊണ്ടുപോകരുതേ. ആ ശരിയായ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ജീവിതം എന്താണോ ആ വഴിയിൽ തന്നെ നമ്മുടെ ജീവിതമാകുന്ന തേര് കൊണ്ടുപോകണമെന്ന് പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുക അല്ലേ. ശിഷ്ടമെൻ്റെ ജീവിത രഥത്തെയും നയിക്കുമോ എന്ന് പണ്ടൊരാൾ ഭഗവാനോട് ചോദിച്ചിട്ടില്ലേ. ഈ തൻ്റെ ഇഷ്ടനായിരിക്കുന്ന ഈ അർജുനന് വേണ്ടി തേര് തെളിച്ചതുപോലെ അല്ലയോ ഭഗവാനെ, എൻ്റെ ശേഷിച്ച ജീവിതമാകുന്ന ഈ തേരിനെയും ഭഗവാൻ തന്നെ നയിക്കണം. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ ജീവിതമാകുന്ന തേരിൻ്റെ പൂർണ്ണമായ ചുമതല ആരെ ഏൽപ്പിക്കുക? പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ജീവിതമാകുന്ന രഥത്തെ വേണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ആ കാര്യത്തിൽ ഒരിക്കലും സംശയവുമില്ല. അപ്പം അതെല്ലാവരും ചെയ്യുക. നമ്മുടെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. അപ്പം നമ്മുടെ ജീവിതമാകുന്ന തേരിൻ്റെ പൂർണ്ണമായ ചുമതലയും ആരെ ഏൽപ്പിക്കുക? ഭഗവാനെ ഏൽപ്പിച്ചാൽ നമ്മുടെ ജീവിതയാത്ര എത്രയോ സുഗമമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകം. ഏതായാലും നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം ഭഗവത് പാദങ്ങളിൽ തന്നെ സമർപ്പിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.